ആവലാതിക്കാരന്റെ പരാതിയിലോ മൊഴിയിലോ പേരില്ലാതിരുന്നിട്ടും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും മുൻ കേന്ദ്രമന്ത്രി O രാജഗോപാലും അടക്കം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടതിൽ വിശദീകരണം നൽകാനാകാതെ പോലീസ്. മാവേലിക്കര ചെറുകോൽ സ്വദേശിയായ DYFI പ്രവർത്തകനെ 2019 ജനുവരി 3 ആക്രമിച്ചതായാണ് പരാതി. എന്നാൽ സംഭവത്തിന് 1 വർഷം മുൻപ് പരാതി ലഭിച്ചെന്ന് രേഖപ്പെടുത്തിയ FIRൽ തന്നെ കേസ് കെട്ടിച്ചമച്ചത് എന്ന് വ്യക്തമാകുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭവുമായി ബന്ധപ്പെടുത്തിയാണ് മാന്നാർ പോലീസ് കേസെടുത്തത്. സംഭവസ്ഥലത്ത് താൻ ഇല്ലായിരുന്നു എന്ന് PS ശ്രീധരൻപിള്ള പ്രതികരിച്ചിരുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വളരെ വ്യക്തമല്ലേ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്? രോഹിണി, എല്ലാവർക്കും വ്യക്തമാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമായി മാത്രം എടുത്ത ഒരു കേസാണെന്നും അതും FIR ഇട്ടപ്പോൾ അതിനകത്ത് PS ശ്രീധരൻപിള്ളയുടെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെയോ അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയായ O രാജഗോപാലിൻ്റെയോ ഒന്നും തന്നെ പേരുണ്ടായിരുന്നില്ല. കണ്ടാൽ അറിയാവുന്നവർ എന്ന പേരിലായിരുന്നു പ്രതികളെ ഉൾപ്പെടുത്തിയിരുന്നത്. അതും ചെറുകോൽ ഭാഗങ്ങളിലുള്ള ചിലരുടെ പേര് അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിൽ 8ാം പ്രതിയായി PS ശ്രീധരൻപിള്ള അടക്കം പ്രതികളായി മാറുന്നത്. അത് വളരെ ഗൂഢാലോചനയോടെ പോലീസ് എടുത്ത ഒരു നടപടിയായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ കേസ് സംഭവം നടന്നതായി പറയുന്നത് 2019 ജനുവരി 3 അതിൻ്റെ FIRൽ പരാതിക്കാരൻ ഇത് ബോധിപ്പിച്ചു, ഈ പരാതി ബോധിപ്പിച്ചു എന്ന് പറയുന്നത് 2018 ഡേറ്റാണ് കാണിച്ചേക്കുന്നത്. അതിൽ ആ ഭാഗത്ത് FIRൽ ഇതിൻ്റെ കേസിൻ്റെ വിവരങ്ങൾ പരാമർശിക്കുന്നിടത്ത് ഈ FIR നമ്പർ പോലും തെറ്റായാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയ്ക്കും നിരുത്തരവാദപരമായാണ് ഈ കേസിൽ പോലീസ് അന്നേ ഇടപെട്ടതെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനുശേഷം ആണ് കുറ്റപത്രം കൊടുക്കുന്നത്. കുറ്റപത്രം കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ PS ശ്രീധരൻപിള്ള അതോടൊപ്പം തന്നെ O രാജഗോപാൽ അടക്കമുള്ള BJPയുടെ ഉന്നത നേതാക്കൾ ഈ കേസിൽ പ്രതികളാകുന്നത്. അത് നമുക്കറിയാം, ഒരു DYFI സജീവ പ്രവർത്തകനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ കേസിൽ പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് O രാജഗോപാലിനെയോ PS ശ്രീധരൻപിള്ളയോ അറിയില്ല എന്ന് പറയുന്നിടത്ത് തന്നെ അതിൻ്റെ ഈ കേസിൻ്റെ മുന ഒടിഞ്ഞു പോകുന്നതാണ്. എന്നിരുന്നാൽ പോലും അത് ഒരു രാഷ്ട്രീയ പ്രേരിതമായി കേസുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിൽ പാലിക്കേണ്ട നടപടികൾ പോലും പാലിക്കാതെയാണ് ഈ കേസുമായി പോലീസ് മുന്നോട്ട് പോയത് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. നിയമവിദഗ്ധരടക്കം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു ഗവർണർക്കെതിരെ ഒരു കേസിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിൽ പോലും പോലീസ് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. ഇതിലെല്ലാം ഉപരി ഇത് ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ പ്രക്ഷോഭത്തിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നതായി പറയുന്നത്. ഇതിൽ തന്നെ ഈ കേസെല്ലാം തന്നെ എഴുതി തള്ളിയതാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ച ശേഷവും ഇതിൻ്റെ വിചാരണ നടപടികളിലേക്കും എല്ലാം പോകുമ്പോൾ ഇത് വീണ്ടും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച്, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന ഘട്ടത്തിൽ BJP നേതാക്കൾക്കെതിരെ ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത്, ശബരിമലയിലെ വിശ്വാസത്തെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ ഇപ്പോഴത്തെ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനെ എല്ലാം ഓർമ്മപ്പെടുത്തി അവിടെ ജാതീയമായി വർഗീയമായി വോട്ട് പിടിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടോ എന്നും സംശയിക്കുന്നു. ഇതേ സാഹചര്യത്തിൽ ഈ കേസിൽ ഇത്തരം ഒരു സമൻസ് ഇപ്പോൾ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരറിവും സ്പെഷ്യൽ ബ്രാഞ്ചിന് പോലുമില്ല. ഇതേ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കേസിൽ പ്രതിയാക്കപ്പെട്ടത് O രാജഗോപാലും അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയും അടക്കമുള്ളവർ പ്രതിയാക്കപ്പെട്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നതും. രോഹിണി, ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.